കേന്ദ്ര സർക്കാർ നിലപാടിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ആതിരയ്ക്കായി പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ. സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം പോലും കൊല്ലം അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാൻ ആകണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് മൂലം നിക്ഷേപം പിൻവലിക്കാൻ ആകുന്നില്ല. അച്ചൻകോവിൽ സ്വദേശികളായ ശശിധരൻ നായർ, സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-നാണ് നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി. പണം കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് വായ്പയായി ലഭിച്ച തുക സഹകരണ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. മോഡി സർക്കാരിന്റെ 8-ാം തീയതിയിലെ 8ന്റെ പണിയായി നോട്ട് നിരോധനവും സഹകരണ ബാങ്കുകളുടെ പണമിടപാട് തടഞ്ഞുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവും ഓട്ടോ തൊഴിലാളിയായ ശശിധരൻ നായരെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു. വിവാഹ ചെലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ. പെട്ടെന്നാണ് ഒരു രാത്രിയിൽ അറിയുന്നു, പഴയ നോട്ടുകളെല്ലാം നിരോധിക്കുകയോ ചെയ്യുകയോ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ലെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഡിസംബർ 4-ാം തീയതിയാണ്. അത് നടത്താൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ വസ്തു കൊണ്ട് പണയം വെച്ചുള്ള പൈസയല്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞത് തന്നാൽ മതിയില്ല, നമ്മളിത് തീർന്നു പോകുമല്ലോ. തീർന്നു പോലോ, നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതില്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേന്ന് പൈസയ്ക്ക് എന്നാ പറഞ്ഞ ഓർഡറായി, പഴയ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇന്നാളെ വരാൻ തരാന്നാ പറഞ്ഞിരുന്നത്, ഇപ്പം ചെന്ന് ചോദിച്ചപ്പം തരുന്നില്ലെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇതുവരെ കള്ളനോട്ട് നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളെയാണോ മോഡി സർക്കാർ കള്ളപ്പണക്കാരാക്കിയതെന്ന് സുജാത ചോദിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ശശിധരൻ നായർ, സുജാത ദമ്പതികളെപ്പോലെ നിരവധി പേർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. ആതിരയുടെ ജീവിതം ഇനി ചോദ്യചിഹ്നവുമാവുകയാണ്. കൊല്ലം അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ഞങ്ങളുടെ റിപ്പോർട്ടർ രാജ്കുമാർ ചേരുന്നുണ്ട് ഈ വിവരങ്ങളും ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി. രാജ്കുമാർ, ഒരുപക്ഷെ ആതിരയുടെ സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനോടകം തന്നെ നിരവധിയായ ആളുകളാണ് നമ്മളെ തന്നെ നമ്മളുടെ ഡെസ്കിലേക്ക്, ന്യൂസ് ഡെസ്കിലേക്കൊക്കെ തന്നെ വിളിച്ച്, അല്ലെങ്കിൽ ബ്യൂറോകളിലേക്കൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാനാവാത്തതിനാൽ ഈ വിവാഹം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം. ഇവിടെ 500 കോടി മുടക്കി ഒരു വമ്പൻ വിവാഹം നടക്കാനൊന്നുമല്ല ഇവർ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ സ്വത്ത് വിറ്റ, അല്ലെങ്കിൽ പറമ്പ് വിറ്റ പണം അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ആതിരയുടെ വിഷയം എങ്ങനെയാണ് രാജ്കുമാർ? ഈ ആതിര DMLT 2-ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. സാമ്പത്തിക പരാധീനതയെ കൊണ്ട് തുടർ പഠനം നടത്താനാകാതെയാണ് അവരുടെ പഠനം മുടങ്ങിയത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി 2 ലക്ഷം രൂപ, അതായത് അവർക്ക് ആകെയുള്ള 25 സെന്റ് സ്ഥലം വീടും, അത് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ അച്ചൻകോവിലുള്ള ശാഖയിൽ തന്നെയാണ് പണയപ്പെടുത്തിയതും 2 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയതും. പക്ഷെ ഈ തുക കയ്യിലിരുന്നാൽ പാവപ്പെട്ടവരായതുകൊണ്ട് പല പ്രശ്നങ്ങൾ വരുമെന്ന് കരുതി, കല്യാണത്തിന് ഇത് ആവശ്യമെന്ന് കരുതി മാറ്റിവെക്കുകയും ഈ തുക കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് അതേ ബാങ്കിൽ തന്നെ നിക്ഷേപമായി ഇടുകയും ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 15-നാണ് ഇവർക്ക് ലോൺ ബാങ്ക് അനുവദിക്കുകയും ചെയ്തത്. ഈ തുക അന്ന് തന്നെ അവിടെ നിക്ഷേപമായി ഇട്ടിരുന്നു. കഴിഞ്ഞ 8-നായിരുന്നല്ലോ ഈ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള റിസർവ് ബാങ്കിന്റെ ഉത്തരവുകളും മറ്റും കൊണ്ടുവന്നത്. അതോടുകൂടിയാണ് ഇവരുടെ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഈ 2 ലക്ഷം രൂപ ഈ ബാങ്കിൽ തന്നെ പെടുകയും ചെയ്തു. ആ പണം പിൻവലിക്കാനാകുന്നില്ല. 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി വിവാഹം തീയതിയും നിശ്ചയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ നിശ്ചയം പോലും ഈ പെൺകുട്ടിയുടെ ഇത് നടത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ആതിരയുടെ പിതാവ് ശശിധരൻ നായർ. അദ്ദേഹത്തിന് അച്ചൻകോവിൽ പോലെ ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് ലഭിക്കുന്ന വളരെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിതം തന്നെ കഴിച്ചു കൂട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എങ്ങനെ വിവാഹം നടത്തുമെന്ന് അറിയാതെ ഇവർ ആശങ്കയിലായിട്ടിരിക്കുന്നത്. ഇനി പണമുള്ളവർ, മുമ്പായിരുന്നെങ്കിൽ കള്ളപ്പണമോ ഏത് പണമോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പലിശയ്ക്കെങ്കിലും പുറത്തു നൽകിയിരുന്നു. ഇപ്പോൾ പലിശയ്ക്ക് പോലും ആരും നൽകുന്നുമില്ല.
ഇവർക്ക് എവിടെയും ചെന്ന് പണം ചോദിക്കാനും കഴിയുന്നില്ല. ഇതും കൂടാതെ ബന്ധുക്കളുടെ മുഴുവനും സ്വർണവും മറ്റും ഉരുപ്പടികൾ ഇവർ മറ്റ് ഈ ആതിരയുടെ സഹോദരി, മൂത്ത സഹോദരി അശ്വതിയുടെ വിവാഹത്തിന് വേണ്ടി അത് പണയപ്പെടുത്തി അതിന്റെ കടം വേറെ 1,90,000 രൂപ കടം വേറെ നിൽക്കുന്നു. അതൊരു ബാങ്കിൽ പണയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുക ലഭിച്ചാൽ മാത്രമേ ആ സ്വർണം ഉൾപ്പെടെയുള്ളത് എടുത്ത് ഈ വിവാഹത്തിനും ഉപയോഗിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യമാണ് സുജാതയും ഈ ശശിധരൻ നായരും ഉൾപ്പെടുന്ന കുടുംബം നമ്മളോട് പങ്കുവച്ചത്. രാജ്കുമാർ, ഇവിടെ കേന്ദ്രം പറയുന്ന ഒരു കാര്യം ഈ സഹകരണ ബാങ്കുകൾ വഴിയൊക്കെ ഏതാണ്ട് നിരവധിയായ കള്ളപ്പണം ഒഴുകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊക്കെയാണ്. പക്ഷേ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത് ആതിര എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പറയുന്നത് പോലെ ആയിരങ്ങളിൽ ഒരാൾ മാത്രമാണ് ആതിര. അത്തരത്തിൽ സഹകരണ ബാങ്കുകളെ ആശ്രയിച്ച് കേരളത്തിൽ കഴിയുന്നതിൽ കൂടുതലും സാധാരണക്കാർ തന്നെയല്ലേ? ഇതുപോലെ വളരെ കല്യാണ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ പഠിത്തത്തിനായി ഒക്കെ ഭൂമി പണയപ്പെടുത്തിയും ഒക്കെ ഇടുന്ന പൈസ ആ വിധത്തിലൊക്കെ ഉള്ള സാധാരണക്കാരല്ലേ? സാധാരണ നിലയിൽ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആ സമൂഹവുമായി ഇഴകി ജീവിക്കുകയും പ്രവർത്തിക്കുകയും അവർക്കിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായിട്ടുള്ളവരാണ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായി വരുന്നത്. ഇവർ മുഴുവനും സാധാരണക്കാരുമായാണ് ഏറെ ബന്ധപ്പെടുന്നത്. ആ നിലയിലുള്ള സൗഹൃദത്തിലാണ് പ്രദേശവാസികൾ വളരെ വിശ്വാസത്തോടുകൂടി അവരുടെ നിക്ഷേപം ഉയർന്ന പലിശ ലഭിക്കുന്നതിനും കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. രാജ്കുമാറിലേക്ക് തിരികെ എത്താം. ഏതായാലും ആതിര ആയിരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇത്തരത്തിൽ വിവാഹം മുടങ്ങി അല്ലെങ്കിൽ പഠിത്തം മുടങ്ങി ഒക്കെ നിൽക്കുന്ന നിരവധിയായ ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് പീപ്പിൾ TV ആതിരയ്ക്ക് പിന്തുണ എന്നോണം #ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ലൈഫ് ഫോർ ആതിര എന്ന പേരിൽ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടതുണ്ട്, ഇതിലേക്ക് ചേരേണ്ടതുണ്ട്, ഒരു വലിയ മുന്നറിയിപ്പ് കേന്ദ്രത്തിന് നൽകേണ്ടതുണ്ട്. സഹകരണ മേഖലയോടുള്ള ഈ ഒരു നിസ്സഹകരണ മനോഭാവം കേന്ദ്രം മാറ്റുന്നത് വരെ. ഇപ്പോൾ ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ചന്ദ്രശേഖരൻ, ഇന്നലെ കേരളം കണ്ടതാണ് വലിയ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നെങ്കിലും ജനങ്ങളാണ്, ഒരുപക്ഷെ ശിവസേന പോലെയുള്ള മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള പാർട്ടികൾ പോലും സപ്പോർട്ടുമായി ഒക്കെ രംഗത്തെത്തുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആതിര ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ. തീർച്ചയായും സൗമ്യ, നമുക്കിപ്പോൾ പറയാനുള്ളത് എന്തുകൊണ്ടാണ് പീപ്പിളിന്റെ വാർത്താ സംഘം ഇങ്ങനെയൊരു വാർത്തയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഊന്നലുമായി രംഗത്ത് വരുന്നത് എന്നാണ്. ആതിര ആയിരങ്ങളിൽ ഒരാൾ മാത്രമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ പോലും, ഒറ്റ ആതിരയെ ഉള്ളുവെങ്കിൽ പോലും ആ ആതിരയ്ക്ക് നീതി കൊടുക്കാൻ രാജ്യം, ഭരണകൂടം തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആതിരയുടെ പ്രശ്നം സാങ്കേതികവും നിയമപരവും ഭരണകൂടാധിഷ്ഠിതവുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാവുന്നതാണ് ഈ രാജ്യത്തിന് ആകെ തന്നെ. പക്ഷേ ആതിരയുടെ പ്രശ്നം വളരെ ലളിതമായി കാണേണ്ടതാണ്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടി അവരുടെ ഭൂമി, അവരുടെ കയ്യിലുള്ള അല്പം ഭൂമി പണയപ്പെടുത്തിക്കൊണ്ട് ആ പണം രാജ്യം ഇടാമെന്ന് അംഗീകരിച്ച വട്ടിപ്പണക്കാരുടെ കയ്യിലല്ല കൊടുത്തത്, രാജ്യം പണം ഇടാൻ അനുവദിച്ചിട്ടുള്ള ഒരു ബാങ്കിൽ, സഹകരണ ബാങ്ക് എന്ന് അതിന്റെ ഔദ്യോഗിക പേരാണ്, അത് പ്രായോഗികമായി കേരളത്തിൽ പാവങ്ങളുടെ ബാങ്കാണ്. പാവങ്ങളുടെ ബാങ്കിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്നു. ആ പണം കല്യാണത്തിനോ കളവാണത്തിനോ എന്തിനോ ആയിക്കോട്ടെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിന് തടസ്സമായി വന്നത് ഏതോ ഒരു തീരുമാനമാണെങ്കിൽ, ഏതോ ഒരു നയമാണെങ്കിൽ ആ നയം മുട്ടുകുത്തേണ്ടതുണ്ട്. നീതിക്ക് മുമ്പിൽ നിയമം മുട്ടുകുത്തണം, പൗരന് മുമ്പിൽ രാജ്യം മുട്ടുകുത്തണം. അതുകൊണ്ട് നിയമവും രാജ്യവും മെച്ചപ്പെടുകയേ ഉള്ളൂ. ആതിരയ്ക്ക് നീതി കൊടുക്കുക അതൊരു പ്രതീകവൽകൃത സമരമായി നമ്മൾ ഏറ്റെടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വെച്ച് ഒരു സമരം നടത്തുകയാണ്. നമ്മളൊരു ഒറ്റ പ്രശ്ന സമരം നടത്തുകയാണ്. ആതിരയ്ക്ക് നീതി. അതിലൂടെ 10,000-കണക്കിന് ആതിരമാർക്ക് നീതി കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം കള്ളപ്പണക്കാരല്ലാത്തവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. അത് അവർ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നതാണ് നമ്മുടെ ആവശ്യം. ഇത് മുന്നിൽ വെച്ചാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. സൗമ്യ, അവിടെയാണ് ശ്രീ ചന്ദ്രശേഖരൻ, ഒരു പക്ഷേ ഇവിടെ സർക്കാർ പറയുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം, കള്ളപ്പണം വല്ലാതെ ഈ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു, അക്കൗണ്ടുകളില്ലാതെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രാഥമിക പരിശോധന നടത്തിയാലെങ്കിലും, ഏതാണ്ട് ഇപ്പോൾ പ്രഖ്യാപനം ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ NPC, ശ്രീ CP ജോൺ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ CP ജോൺ, ഇവിടെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കിനോട്
അല്ലെങ്കിൽ സഹകരണ മേഖലയോട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ശ്രീ സി പി ജോൺ താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. യെസ്, സഹകരണ മേഖലയോട് തന്നെ കേന്ദ്രം സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട് ആദ്യഘട്ടത്തിൽ ഇതൊക്കെ പരിശോധിക്കാമെന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു, വാക്കുണ്ടായിരുന്നു. ആ വാക്കുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്നിപ്പോൾ 12 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ പ്രഖ്യാപനം വന്നിട്ടും. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പശ്ചാത്തലം ചർച്ച ചെയ്യുന്നത് ആതിര എന്ന പെൺകുട്ടിയുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. സഹകരണ ബാങ്കിൽ പണം ലഭിക്കാത്തതിനാൽ ആ കുട്ടിയുടെ വിവാഹം മുടങ്ങുമെന്ന ആശങ്കയിൽ ആത്മഹത്യ പോലും ചെയ്യേണ്ട വക്കിലാണ് എന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇതൊരു ഉദാഹരണമായി നിർത്തിക്കൊണ്ട് ശ്രീ സി പി ജോൺ. ഇത് ഒട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല. എത്രയോ സംഭവങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ സംഭവിച്ചു കാണും. അതിൽ ആതിര എന്ന പെൺകുട്ടിയുടേത് 100 കാര്യങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇപ്പൊ വിവാഹത്തിന്റെ കാര്യം മാത്രമല്ല, രോഗങ്ങൾ, അതുപോലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഈ പ്രശ്നം വരികയാണ്. ഇതിന്റെ മൗലികമായ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് പല ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്റെ പണം ഞാൻ അംഗീകൃതമായ ഒരു സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്നു, അത് എടുക്കാൻ എനിക്ക് മേലിൽ നിയന്ത്രണം കൊണ്ടുവരിക. 1-2 ദിവസം മനസ്സിലാക്കാം. ഇത് 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം 12ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇതിന് ഉത്തരവാദി ഗവൺമെന്റ് അല്ലാതെ മറ്റാരാണ്? 1. 2, മറ്റൊരു വലിയ കൺഫ്യൂഷൻ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു സെക്ടറും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം ആരും മനസ്സിലാക്കുന്നില്ല. നേതൃത്വത്തിലുള്ള ആളുകൾ സഹകരണം ഒരു മേഖലയാണ്, അതേസമയം ഒരു സഹകരണ ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. അപ്പൊ സ്ഥാപനവും മേഖലയും രണ്ടാണ്. ഇപ്പൊ ഒരു ആശുപത്രിയിൽ ഒരുപക്ഷെ തെറ്റായ തരത്തിലുള്ള ശസ്ത്രക്രിയ ചെയ്തു എന്ന് വരാം. ചിലപ്പോ ഒരു കാലത്തൊക്കെ കിഡ്നി എടുത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വരെ ചില ആശുപത്രികളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റൽ സെക്ടർ ആകെ മോശമാവുന്നുണ്ടോ? ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് സ്ഥാപനമാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്ഥാപനത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതിന് പകരം ഒരു മേഖലയെ തന്നെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഹങ്കാരവും വിഡ്ഢിത്തവും ചേർന്നിട്ടുള്ള നടപടിയാണ്. ഇത് ഒന്നാമത്തെ കാര്യം വിവരമില്ലായ്മയാണ്, രണ്ടാമത്തെ കാര്യം അഹങ്കാരമാണ്. ഇപ്പൊ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കെടുത്ത് കാണിക്കാൻ കഴിയും. വലിയ വലിയ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ എന്തെല്ലാം ഫ്രോഡുകൾ നടന്നിട്ടുണ്ട്. എന്തിന് ഇപ്പൊ വിജയ് മല്യയ്ക്ക് പൈസ കൊടുത്തത് എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിനാണ് 7016 കോടി രൂപ ഇപ്പോ NPIക്ക് മാറ്റിവെച്ചുകൊണ്ട് പലിശ എന്ന് പറയുന്ന ആ യന്ത്രത്തിന്റെ തിരിച്ചലിന് ബ്രേക്ക് ചെയ്തത്? എന്താണ് NPIക്ക് മാറ്റിവെക്കുമ്പോൾ ഉണ്ടാവുന്നത്? ഇനി പലിശ ചോദിക്കാൻ പറ്റില്ല. ആരുടെ പലിശയാണ് ചോദിക്കാതിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഏറ്റവും വിശ്വസ്തയോടുകൂടി ഇട്ടിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്കുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധമുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇട്ടിരിക്കുന്ന പൈസയിൽ ഇന്നിപ്പോ പലിശ കയറുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് തരേണ്ട പൈസയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ സി പി ജോൺ, ദയവായി തുടരുക. ആതിരയുടെ അമ്മ സുജാത നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീമതി സുജാത, എന്നാണ് മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്? ഡിസംബർ 4. എപ്പോഴാണ് ഇങ്ങനെ പണം ലഭിക്കില്ല എന്ന്, എപ്പോഴാണ് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തത്? എപ്പോഴാണ് അന്നേരം ബാങ്ക് കോണ്ടാക്ട് ചെയ്ത അവിടെ ബാങ്കിൽ പോയി ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ശ്രീമതി സുജാത, ടെലിഫോൺ അല്ല ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം, അതായത് 12 ദിവസം മുൻപാണ് ഈ നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ വന്നത്. അതിനുശേഷം എപ്പോഴാണ് ബാങ്കിൽ പോയി അന്വേഷിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ബാങ്കിൽ പോയി അന്വേഷിച്ച് അത് 8ാം തീയതി കഴിഞ്ഞ ഞങ്ങൾ പോയി അന്വേഷിച്ച്. അപ്പോഴെന്താണ് പറഞ്ഞത്? അറിഞ്ഞത് എങ്ങനെയാണ്? അത് അവരുടെ ട്രാൻസാക്ഷൻ എല്ലാം നിർത്തി വെച്ചേക്കോ ഗവൺമെന്റ്, അതുകൊണ്ട് ഇപ്പൊ അത് തരാൻ പറ്റത്തില്ല, അതിന് ഓർഡർ ആയെങ്കിലേ പറ്റത്തുള്ളൂ. ഈ സ്ഥലം പണയപ്പെടുത്തിയ തുകയാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. സ്ഥലം 25 സെന്റ് സ്ഥലം പണയപ്പെടുത്തി 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോണായിട്ട് തന്നെ എടുത്തതാ. കയ്യിൽ ഇത് ചെലവായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മകളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. നവംബർ 25-ാം തീയതി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയായിരുന്നു. ഇത് മറ്റ് വേറെ ഓപ്ഷനുകളൊന്നുമില്ല, വേറെ പണം വേറെ എവിടെയും നിക്ഷേപിച്ചു? ഇല്ല ഇല്ല, ഇപ്പൊ ഇതൊരു വിഷയം. സർക്കാർ ഇത് ബാങ്ക് തുറക്കാൻ താമസിക്കുകയോ ട്രാൻസാക്ഷൻ നടക്കാൻ താമസിക്കുന്നില്ലല്ലോ. അല്ല, ആദ്യം ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നൊരു 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്ന്? ഇല്ല, ഒരു സംശയം ഇല്ലായിരുന്നു. കാരണം ബാക്കി എല്ലാ ബാങ്കുകളിൽ നിന്നും എടുക്കാം, സഹകരണ ബാങ്കിന് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. സഹകരണ ബാങ്കിൽ എടുക്കാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്ക്.
എന്തോ പറഞ്ഞോളൂ. സഹകരണ ബാങ്ക് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിവെക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നോ? ഈ നമ്മൾ ഹാള് ബുക്ക് ചെയ്യുക അങ്ങനെയുള്ള കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നോ? എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോ അവരോടൊക്കെ ഇപ്പൊ എന്താണ് പറയുന്നത്? എന്തോ പറയാൻ ഒരു ലക്ഷ്യം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഹലോ, ഏതായാലും ആദ്യത്തെ ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഇത് മാറുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ശരിയാകുമായി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ? ഇപ്പോഴും മാറും. 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശരിയാവുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. മാറുമോന്ന് അറിയത്തില്ല. യെസ്, വളരെ നന്ദി ശ്രീമതി സുജാത. ആതിരയുടെ അമ്മയാണ്. അവരുടെ വിങ്ങുന്ന വാക്കുകൾ തന്നെ വ്യക്തമാണ് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്നത്? അതിനെന്തെങ്കിലും കൃത്യമായ ന്യായീകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കാം. പക്ഷേ ഇത്തരത്തിൽ ആതിരയെ പോലെ നൂറുകണക്കിനായ പെൺകുട്ടികൾ അവരുടെ ഭാവിയെ സംബന്ധിച്ച്, അതിപ്പോൾ കല്യാണമായാലും പഠിത്തമായാലും ആരോഗ്യ വിഷയങ്ങളായാലും ഒക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി നിലവിൽ നോട്ടുമായി ബന്ധപ്പെട്ട ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് അപ്പുറം മറികടക്കാനായി വലിയൊരു സജ്ജീകരണം സഹകരണ ബാങ്കുകൾ ഒക്കെ എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വലിയ നിയന്ത്രണങ്ങൾ സഹകരണ ബാങ്കുകൾക്ക് മേൽ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശ്രീ ജോർജ് കുര്യൻ? ഇനിയും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ ജോർജ് കുര്യൻ? ശ്രീ ജോർജ് കുര്യൻ കേൾക്കാമെന്ന് കരുതുന്നു. യെസ്, ശ്രീ ജോർജ് കുര്യൻ ടെലിഫോൺ കട്ടായതാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ CP ജോൺ, ഇവിടെ അതാണ് സുപ്രധാനമായ ഒരു വിഷയം. ഒരു പക്ഷെ നമുക്കറിയാം സഹകരണ പ്രസ്ഥാനം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളർന്നു വന്ന പശ്ചാത്തലവും അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാധാരണക്കാർക്കൊക്കെ എത്രത്തോളം താങ്ങായി നിൽക്കുന്നു എന്നതൊക്കെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. ഇവിടെ ചിലർ ഈ പറഞ്ഞതുപോലെ തന്നെ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന ഒരു നടപടിയാണ് പലരും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ക്രൈസിസ് ഈ പറയുന്ന വലിയ ന്യൂജൻ ബാങ്കുകളൊക്കെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ വലിയൊരു സഹായം കൂടി ആയേക്കാവുന്ന സഹകരണ ബാങ്കുകൾ. ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതല്ലേ? മിനിമം അതെങ്കിലും കൂടി പരിഗണിക്കേണ്ടതല്ലേ ശ്രീ CP ജോൺ? അദ്ദേഹത്തിലേക്ക് എത്താം. ഏതായാലും ആതിര ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ വിവാഹം മുടങ്ങി അല്ലെങ്കിൽ വിവാഹം അനിശ്ചിതത്വത്തിലായി, പഠിത്തം അനിശ്ചിതത്വത്തിലായി, ആശുപത്രികളിൽ പോകാനാകാതെ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. നമ്മുടെ സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ നമ്മൾ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ഉണരേണ്ടതുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യഗ്രഹ സമരത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് നമ്മളുടെ ഓരോ മലയാളിയുടെയും സാമ്പത്തികമായ വിഷയങ്ങളിൽ ഈ സർക്കാരിന്റെ വലിയ ഈ ഒരു നിയന്ത്രണം അതാണ് സഹകരണ മേഖലയോടുള്ള ഈ ഒരു നിസ്സഹകരണ മനോഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുക എന്നതിന്റെ ഭാഗമായാണ് പീപ്പിൾ TV ഇന്നിപ്പോൾ ആതിര വിഷയം ബേസ് ചെയ്തുകൊണ്ട് ലൈഫ് ഫോർ ആതിര എന്ന #, ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് ആതിരയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ആതിരയെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. സഹകരണ പ്രസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് എതിരെ പ്രതികരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് പീപ്പിൾ TV ഒരുക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളോട്, സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയാണ് ഇപ്പോൾ പീപ്പിൾ TV ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ആതിര, അച്ചൻകോവിൽ സ്വദേശിയായ ആതിര അടുത്ത മാസം വിവാഹം നടക്കേണ്ടതാണ്. ഈ കുട്ടിയുടെ വിവാഹം നിലവിൽ മുടങ്ങിയിരിക്കുകയാണ്. ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം പിൻവലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് പീപ്പിൾ TV #, ക്യാമ്പയിൻ ലൈഫ് ഫോർ ആതിര എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടി #, ക്യാമ്പയിനിൽ പങ്കുചേർന്ന ജനങ്ങൾക്കും ഈ ഒരു വലിയ പ്രതിഷേധത്തിൽ അണിചേരാവുന്നതാണ്. ഇപ്പോൾ BJP നേതാവ് ശ്രീ JR പത്മകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ പത്മകുമാർ, ഇപ്പോൾ 12 ദിവസം പിന്നിടുന്നു. ഈ നിലപാട്, അതായത് നമ്മുടെ സഹകരണ മേഖലയോടുള്ള നിലപാട് ഇങ്ങനെ തുടരുന്നത് ശരിയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് കേരളത്തിൽ മാത്രം എടുത്തുള്ള ഒരു നിലപാടല്ല, ഓൾ ഇന്ത്യ തലത്തിലെടുത്ത നിലപാടാണ്. ഈ നിലപാടിന്റെ ഉദ്ദേശം തന്നെ മനസ്സിലായി കാണും. കേരളത്തിൽ ഇന്ത്യയെ തന്നെ നശിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമ്പത്തിക
സംവിധാനത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള സത്യം തന്നെ അത് ലഘൂകരിച്ചു പോവുകയാണ്. പക്ഷെ അതിനെ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, മെനങ്ങാന്ന് 2 ദിവസം മുമ്പ് റിസർവ് ബാങ്കിന് ഒരു ദിവസം UDF LDF കൂടി ബ്ലോക്ക് ചെയ്യും. അതിന്റെ പിറ്റന്ന് ഇന്നലെ ബാങ്കുകളിൽ പൈസ എത്താൻ ബുദ്ധിമുട്ടുണ്ടായി. ഇന്നലെ 5 മണിവരെ റിസർവ് ബാങ്ക് ഉപരോധിച്ചു. പുറമെയുള്ള ബാങ്കുകൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല, പൈസ കളക്ട് ചെയ്തില്ല. അപ്പൊ ഇന്ന് റെസ്ട്രിക്ഷൻ വരുത്തേണ്ടി വന്നു. അപ്പൊ ഇത്തരം നിലപാടുകളിൽ നിന്നും മാറ്റിയിട്ട് ക്രിയാത്മകമായി പ്രതികരിക്കണം ഗവൺമെന്റ്. ഇതൊരു ഗവൺമെന്റ് എന്നുള്ളത് സ്റ്റേറ്റും സെൻട്രലുമാണ്, അല്ലാതെ ഇതൊരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തരം താഴുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ചോദിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഹമ്മദ് സലീം അദ്ദേഹം 9-ാം തീയതി അരുൺ ജെയ്റ്റ്ലിയെ കണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി മാധ്യമ പ്രവർത്തകരെന്നുള്ളതിൽ അന്വേഷിക്കുക. അരുൺ ജെയ്റ്റ്ലിയെ കണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്നും റായ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ സഹകരണ സംഘത്തിൽ 68 കോടി രൂപ കള്ളപ്പണമുണ്ട്, ഇത് നിയന്ത്രിക്കണമെന്ന് CPM തന്നെ പറഞ്ഞിട്ടുണ്ട്. CPM അരുൺ അതൊക്കെ സമ്മതിക്കാം. പക്ഷെ നമ്മൾ അവിടെ ഈ ബാക്കിയുള്ള ബാങ്കുകളുടെ കാര്യം അന്വേഷിക്കണം. ഈ വിജയ മല്യയെ പോലെയുള്ള വമ്പന്മാർക്കൊക്കെ പിന്തുണ നൽകുന്ന ബാങ്കുകളായാലും അല്ലെങ്കിൽ അവരുടെയൊക്കെ പണം വെളുപ്പിക്കാൻ നൽകുന്ന അവസരങ്ങളായാലും അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കി എല്ലാ ബാങ്കുകളുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സഹകരണ ബാങ്കുകളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അത് സ്വാഭാവികമായും നമ്മളുടെ കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരു നട്ടെല്ല് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സാധാരണക്കാരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. അല്ല, അത് ആർക്കും തർക്കമില്ല. സഹകരണ ബാങ്കുകൾ സാധാരണക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ചല്ലേ? എന്തുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് മറ്റ് നാഷണൽ ബാങ്കുകളുടെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റുകൾ നിയമം അനുസരിച്ച് RBI അല്ലെങ്കിൽ ഇൻകം ടാക്സോ ചോദിക്കുമ്പോൾ കൊടുക്കാൻ തയ്യാറാകുന്നു? നിങ്ങൾ കണ്ടിട്ടില്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ നമ്മുടെ എടപ്പള്ളിയിലെ ഉദ്യോഗസ്ഥന്മാർ, ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരാതി, കേരളത്തിലെ ഒരു സിനിമാ താരവും ഒരു അഭിഭാഷകനും ഒരു വിദേശ മലയാളിയായ വ്യവസായിയും കൂടി ചേർന്നിട്ടുള്ള അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങളിലാണ് നിക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് എടപ്പള്ളിയിലെ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്കിന്റെ നമ്മുടെ ഇൻകം ടാക്സിന്റെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി എല്ലാവരും കണ്ടതാണല്ലോ. അപ്പൊ ഒരൊറ്റ കാര്യം മതി, മുഖ്യമന്ത്രി ഇങ്ങനെ RBIയുടെ പുറകിൽ ചെന്ന് സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം തീരുമാനമെടുത്താൽ മതി. ഞങ്ങൾ നിയമം അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ നോംസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാ സഹകരണ സംഘങ്ങൾക്കും നിർദ്ദേശം കൊടുത്തു. സഹകരണ സംഘം രജിസ്ട്രാർ ഒരു ഓർഡർ ഇറക്കിയാൽ മതി. റിസർവ് ബാങ്കിന്റെയും നിയമം അനുസരിച്ച് നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ ശ്രമിക്കണം. അല്ല, അവിടെയും പൂർണ്ണമായും ഈ പറയുന്ന പോലെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയൊന്നുമല്ല. കേരള നിയമസഭയിലെ പാസാക്കിയ സഹകരണ നിയമത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ആ വിധത്തിൽ നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതാണ്, മറ്റ് ബാങ്കുകൾക്ക് ശരിയാണ്, പക്ഷേ അത് അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടമാണോ ഇത്? ഇവിടെ ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു, നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം വരുന്നു, ഈ അക്കൗണ്ടുകളെല്ലാം ട്രാൻസ്പെറന്റ് ആക്കേണ്ട ഒരു പ്രഖ്യാപനം വരുന്നു. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ ബാങ്കുകളും, ഈ പറയുന്ന ന്യൂജൻ ബാങ്കുകൾ, വലിയ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ന്യൂജൻ ബാങ്കുകൾ അടക്കം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ആ ഒരു ഘട്ടത്തിലാണോ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടത്? ഇവിടെ കൂടുതൽ ജനങ്ങൾക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കണമെങ്കിൽ ഈ അവസരത്തിൽ മറ്റു ബാങ്കുകളോടൊപ്പം തന്നെ ഈ ഒരു ഇളവുമായി ബന്ധപ്പെട്ട് നിർത്തുകയും പിന്നീട് കാര്യങ്ങൾ ഈ നിരീക്ഷിക്കപ്പെടണമെങ്കിൽ ആ വിധത്തിലേക്ക് കൊണ്ടുപോവുകയുമല്ലേ വേണ്ടത്? അല്ല, അതിന് ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ തുടങ്ങിയ നടപടിയല്ല. 2006 മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ പറഞ്ഞു ഇന്ത്യയിലെ കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതനുസരിച്ച് റിസർവ് ബാങ്ക് ഒരു ഓർഡർ ഇറക്കി. എല്ലാ ചെക്ക് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഒരു റിസർവ് ബാങ്കിന്റെ ലൈസൻസ് എടുക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അതനുസരിച്ച് ആരും യാതൊരു ലൈസൻസ് എടുത്തില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് UPS ഗവൺമെന്റ് കാലത്ത് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി. ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയതിനടുത്ത അടിസ്ഥാനത്തിൽ അന്ന് സഹകരണ സംഘങ്ങളുടെ റെയ്ഡ് വന്നപ്പോൾ UDF LDF കൂടി ഒരുമിച്ച് ചിദംബരത്തിനെ ചെന്ന് കണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടും ഈ ലൈൻ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തും കേരളം മാറി മാറി ഭരിച്ചവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇവര് റെയ്ഡിന് ഇറങ്ങിയത്, ഇൻകം ടാക്സ് റെയ്ഡിന് ഇറങ്ങിയത്. ആ റെയ്ഡിന് ഇറങ്ങിയതല്ല, അതിനുശേഷം അവര് ഒരു നിർദ്ദേശം കൊടുത്തു, 10,000 രൂപയിൽ കൂടുതൽ പലിശ വാങ്ങുന്ന ആളുകളെ
ആളുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് ഇത്ര രൂപ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോൺ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കണം, അത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതും അറിയിച്ചിട്ടില്ല. അങ്ങനെ പ്രോസസ്സ് കുറെ കാലമായിട്ട് തുടർന്ന് വന്നപ്പോഴാണ് ഇപ്പോ ഈ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ചില അല്ല, നമ്മളവിടെ ഭൂരിപക്ഷം കൂടുതലായി ആരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ തന്നെ സഹകരണ ബാങ്കുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ കാർഷിക വായ്പകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന നിരവധി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സഹകരണ ബാങ്കുകൾ വഴിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള ഈ ഒരു തീരുമാനം. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ സഹകരണ ബാങ്കുകളെ കൂടി ഇനിയുള്ളൊരു ഇതിൽ പരിശോധിക്കാം അല്ലെങ്കിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 12 ദിവസവും കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം ആദ്യം ഇത് കൊടുത്തല്ലോ. 2 ദിവസം കൊടുത്ത സമയത്തുണ്ടായ സംഭവം എന്താ അതൊന്ന് വിലയിരുത്തുക. നമ്മളിപ്പോ ഒരു വലിയ ഡ്രൈവാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കള്ളപ്പണം കൈകാര്യം വെച്ച ആളുകൾ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഇതോടൊപ്പം ഓരോ ദിവസവും ഈ കള്ളപ്പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? 2001 മുതൽ 2014 വരെ അവിടെയാണ് ശ്രീ പത്മകുമാർ ഒരുപക്ഷെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ അതിർത്തിയിലുള്ള പട്ടാളക്കാർ മരിക്കുന്നതിലും കൂടുതൽ പേർ ഈ ബാങ്കുകളുടെ മുന്നിൽ ക്യൂ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ മരിച്ചു എന്നൊക്കെയുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഞാൻ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇന്നലെ ഒരു നമ്മുടെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ഒരാളിനെ ലൈസൻസ് ഇല്ലാത്ത ഒരാളിനെ പിടിച്ചുകൊണ്ട് നിർത്തി പോലീസ് ഹരാസ് ചെയ്തപ്പോ ഒരാൾ ഹാർട്ട് അറ്റാക്ക് മരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പത്മകുമാർ ദയവായി തുടരുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം സഹകരണ മേഖല താങ്ങി നിർത്തുന്നു എന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സാധാരണക്കാരായ ഇപ്പോൾ ആതിരയെ പോലെയുള്ള പെൺകുട്ടി ആ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവാഹങ്ങൾ മുടങ്ങുന്നു, ഓപ്പറേഷനുകൾ മുടങ്ങുന്നു, അത്തരത്തിലുള്ള സാധാരണക്കാരുടെ നിരവധിയായ പണം, ഭൂമി പണയപ്പെടുത്തിയ പണം അടക്കം ഈ ബാങ്കുകളിലൊക്കെ, ഈ സഹകരണ ബാങ്കുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് BJP ഇപ്പം പത്മകുമാറിനെ പോലെയുള്ളവർ നിലപാട് ആവർത്തിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, ഇത് നമ്മുടെ രാജ്യത്തെ BJP നേതാക്കന്മാർ കുറിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും ഈ രാജ്യത്തിന്റെ നിജസ്ഥിതിയെ കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. ഇന്നലെ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? രാജ്യം സാമ്പത്തിക അരക്ഷിത എങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കലാപത്തിന് മുൻകൈ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കലാപം നടത്താൻ ഉതകുന്ന സാഹചര്യത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത് എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് ആ സുപ്രീം കോടതിയുടെ കണ്ടെത്തലെ ലാഘവ ബുദ്ധിയോടുകൂടി തള്ളിക്കളയാനാണ് BJPയുടെ നേതൃത്വം തയ്യാറാകുന്നത്. കേരളത്തിലെ 60% ജനങ്ങൾക്ക് ഏതെങ്കിലും സഹകരണ സ്ഥാപനത്തിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് സഹകരണ സ്ഥാപനങ്ങളാണ്. സ്വാഭാവികമായി ആതിരയുടെ കല്യാണം മുടങ്ങിയതിൽ അതിയായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. പക്ഷെ BJPക്കാർ അതിൽ സഹതപിക്കുന്നില്ല. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, 500 കോടി രൂപ ചെലവാക്കി ജനാർദ്ദൻ റെഡ്ഡിയുടെ മകളുടെ കല്യാണം നടത്തി. അതിന് പണം എവിടുന്നാണ്? 1000 രൂപയും 500 രൂപയും നിരോധിച്ചിരിക്കുന്നു. 2000 രൂപയുടെ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിത്തുടങ്ങിയിട്ടില്ല. ഈ 500 കോടി രൂപയുടെ സോഴ്സ് എങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയത്? എങ്ങനെയാണ് ഈ പണം ചെലവാക്കിയത്? അതിനെക്കുറിച്ച് 19 കോടിയുടെ സാരിയും 98 കോടിയുടെ സ്വർണവും ധരിച്ചൊരു കല്യാണം നടക്കുമ്പോൾ ഇവിടെ 2 ലക്ഷം രൂപ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഒരു കല്യാണം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മനുഷ്യർ അതപ്പതിച്ചാൽ മൃഗമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അതപ്പതിച്ചാൽ എന്താകുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ പലരും ഈ ചാനൽ വന്ന് പറയുന്നവരായി തീരും എന്നെനിക്ക് തോന്നുന്നു. കാരണം അത്ര കണ്ട് മനുഷ്യത്വരഹിതമായിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് BJP നേതാക്കന്മാരുടെ പ്രതികരണം. ആ പ്രതികരണം ഈ കേരളീയ പൊതുജന സമൂഹത്തിൽ അവർ കൂടുതൽ വരും നാളുകളിൽ ഒറ്റപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ പത്മകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ. ഇവിടെ പലപ്പോഴും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ 12ാം ദിവസമാണ് ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാധാരണക്കാരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ താങ്കൾ അടക്കമുള്ളവർക്ക് കഴിയുന്നില്ല. നമ്മളിവിടെ സംസാരിക്കുന്നത് വിവാഹം മുടങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ പഠിത്തം മുടങ്ങി നിൽക്കുന്ന, ഒരു അടിയന്തര ഓപ്പറേഷൻ മുടങ്ങി നിൽക്കുന്ന ഒക്കെ നിൽക്കുന്ന സാധാരണക്കാരുടെ പക്ഷത്തു നിന്നല്ലേ ശ്രീ പത്മകുമാർ? താങ്കൾ ഈ പറയുന്നതില് ഒരു കുറച്ച് രാഷ്ട്രീയം
താങ്കൾ കുറിച്ചെന്നല്ല പറയുന്നത്. നമുക്ക് താല്പര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ശരിയല്ല. ഞാൻ ശ്രദ്ധിക്കട്ടെ, എന്തെല്ലാം വഴികളുണ്ട് നിങ്ങൾക്ക് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് അല്ല, അതാണ് ഞാൻ ഈ ആതിരയുടെ ഉദാഹരണം പറയാം. ആതിരയുടെ അച്ഛൻ ഓട്ടോ തൊഴിലാളിയാണ്. അച്ഛൻ കോവിൽ എന്ന അവിടെ ഉള്ളൊരു സാധാരണ ഗ്രാമപ്രദേശത്തെ ഒരു ഓട്ടോ തൊഴിലാളി. അവർക്കൊക്കെ എന്താകും നിത്യ ചെലവിന് വേണ്ടി കിട്ടുക എന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഈ സ്ഥലവും വീടും പണയപ്പെടുത്തിയ 2.5 ലക്ഷം രൂപയാണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. അവന്റെ അമ്മ തന്നെ, ആ കുട്ടിയുടെ അമ്മ തന്നെ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. കാരണം പലർക്കും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പണം നൽകാനുണ്ട്, ആർക്കും പണം നൽകാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന്. ഈ ഒരു ഘട്ടത്തിലാണ്. ഞാൻ അതെന്ന് പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമായി എങ്ങനെ ഇതിനെ കാണാനാകുന്നത്? അല്ലല്ല, താങ്കളുടെ നേരത്തെ ചോദിച്ചത് ക്യൂവിൽ നിന്ന് ഒരാൾ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ അതാണ് അത് നിങ്ങൾ പറയാൻ പൂർത്തിയാക്കിയ സമയത്തില്ല. 50,000 ആളുകളാണ് 12 വർഷത്തിനിടയ്ക്ക് കാശ്മീരിൽ മരിച്ചത്. നിരപരാധികളുമുണ്ട്, സൈനികരുമുണ്ട്. ഇതിനെ പറയുന്ന ഒരു നടത്തുമ്പോൾ ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്തോ? മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്റെ സുഹൃത്ത് രാജ്ഭവൻ ഉന്നയിച്ചാൽ പറഞ്ഞ അവിടെ ശ്രീ പത്മകുമാർ, അതിനെ ഒന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അതിർത്തിയിലെ വിഷയങ്ങളായാലും രാജ്യദ്രോഹ പ്രവർത്തനമായാലും അതിനൊക്കെ ജനങ്ങളെതിരാണ്. സാധാരണ നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യേകത അതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ദേശസ്നേഹം തന്നെയാണ് മുന്നിൽ. പക്ഷേ അവിടെ സാധാരണക്കാരെ കാണുന്നില്ല. നമുക്കറിയാം, ഇവിടെ ഈ കിടന്നൊഴുകുന്ന ഈ സഹകരണ ബാങ്കിലൊക്കെ കിടക്കുന്ന പണം കൊണ്ടല്ല ഇവിടെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ തഴച്ചു വളരുന്നത്. അതിനും അപ്പുറത്തേക്ക് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയൊക്കെയുള്ള ആളുകൾ എത്ര ലക്ഷക്കണക്കിന് കോടി രൂപയാണ് പലയിടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ IPL പോലെയുള്ള ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ചർച്ചകളിലും പറഞ്ഞതാണ്. ഇതൊന്നും നിരീക്ഷിക്കാൻ യാതൊരു സംവിധാനവുമില്ല. അവിടെ സുപ്രീം കോടതിക്ക് പോലും അതിന് സംസാരിക്കാനാവാത്ത രീതിയിലുള്ള ഇടപെടലുകൾ കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്രം നടത്തുന്നു. അല്ലെങ്കിൽ ഈ പല ഘട്ടങ്ങളിലും ഒപ്പം തന്നെ മോഡി ഗുജറാത്തിലെ വിഷയങ്ങളൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ വമ്പന്മാരെ ആ വിധത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെയാണ് കള്ളപ്പണം തടയാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയാണോ? സൗമ്യ ചോദ്യത്തിന്റെ പകുതി എനിക്ക് മറുപടി പറയാൻ ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ സഹകരണ സംഘങ്ങളിൽ പൈസ ഇല്ല, കള്ളപ്പണം ഇല്ല എന്ന് സൗമ്യക്ക് എങ്ങനെ അറിയാം? ഞാൻ അതിനെക്കുറിച്ചൊന്നും പരിശോധിക്കാനല്ല ശ്രീ പത്മകുമാർ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ടിവിയിൽ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 100 ഇരട്ടി അല്ലാതെ നമ്മുടെ കൺമുൻപിൽ നിന്ന് ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. അനുവദിക്കുക. പൈസ ഇല്ല എന്നത് താങ്കൾ തന്നെ പറയുന്നത്. സഹകരണ സംഘങ്ങൾ പൈസ ഇല്ല, ദാവൂദിന്റെ കയ്യിലെ പൈസ ഉള്ളൂ എന്നാണ് താങ്കൾ പറയുന്നത്. ഇത് ആര് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 2 ദിവസം സഹകരണ ബാങ്കുകൾക്ക് അവസരം കൊടുത്ത സമയത്ത് ഞാൻ പറയാം ശ്രീ പത്മകുമാർ, ഈ IPLുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബെറ്റിംഗ് നടന്നത് ഇത് പരിശോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നടക്കുകയാണ്. അതൊരു തടയാൻ നടപടി എടുക്കുന്നുണ്ടോ? ഈ വിധത്തിൽ എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടോ? അതിനുള്ളൊരു ആർജവവും കാണിക്കുന്നില്ല. നിങ്ങൾ അത് തെറ്റിദ്ധരിപ്പിക്കരുത്. ആര് പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട്? ഈ ഒരു നിലപാടിൽ തന്നെ തീർന്നില്ലേ? ആരോ സാഹചര്യം പൈസ വെച്ചോട്ട് നിങ്ങൾ ഈ കുട്ടിയുടെ കല്യാണത്തിനെ സംബന്ധിച്ച് നിങ്ങളൊരു പറഞ്ഞു. വളരെ വിഷമമുള്ള കാര്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സമാന്തര സാമ്പത്തിക സംവിധാനത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ MBBS എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞിട്ട് നല്ല പഠിക്കുന്നതായ കുട്ടികളെല്ലാം നേരെ ഈ അല്പം മാർക്ക് വാങ്ങിച്ച് സ്വാശ്രയത്തിൽ അഡ്മിഷൻ കിട്ടി, ഗവൺമെന്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്നപ്പോൾ 11 ലക്ഷം രൂപ ഫീസും 15 ലക്ഷം രൂപ ഡെപ്പോസിറ്റും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് പോയ കുറെ ആളുകളുടെ കുട്ടികൾ കണ്ടിട്ടില്ലേ? അതിനൊക്കെ ഒരു ഈ അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത ഇതൊക്കെ കാണാത്തത്. ഇതൊക്കെ പരിഹരിക്കണ്ടേ? ഇതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം എന്നുള്ള നിലയിൽ അതോ ഹാർഡാക്കി ചില നിലപാടെടുക്കും. ആ എടുക്കുന്ന സമയത്ത് ചില വിഷമം ഉണ്ടാകും. ആ വിഷമം മാത്രം നിങ്ങൾ ഉയർത്തി കാണിച്ചാൽ ഈ രാജ്യം എന്നേക്കുമായി നശിക്കും. അതുകൊണ്ട് തൽക്കാലം അല്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ സഹകരിച്ച് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും അതിനോടൊപ്പം യോജിച്ച് നിൽക്കുമ്പോൾ അതിന് അനുകൂലമായ നിലപാടെടുക്കാതെ ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ഈ ഗവൺമെന്റ് ശ്രീ പത്മകുമാർ, ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മൾ ഈ പ്രതിസന്ധിയുടെ 12ാം ദിവസത്തിലാണ് സംസാരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ശ്രീ പത്മകുമാർ പറയുന്ന പോലെ കാര്യങ്ങളെ ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണ്. ഞാൻ ശ്രീ പത്മകുമാറിലേക്ക് തന്നെ വരികയാണ്. ശ്രീ പത്മകുമാർ, ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സാധാരണ മറ്റ് ബാങ്കുകൾക്കെല്ലാം ഉള്ള ബ്രാഞ്ചുകളിലേക്കാൾ എത്രയോ ഏറെ ബ്രാഞ്ചുകളാണ് ഈ സഹകരണ ബാങ്കുകൾക്കൊക്കെ തന്നെയും ഉള്ളത്.
അവിടെയൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഈ പ്രതിസന്ധി ജനങ്ങളെ എത്രത്തോളം ഇതിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവരുടെ ജീവിതം സുഗമമാക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും പ്രാഥമികമായി ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മറ്റ് ബാങ്കുകൾക്ക് ഈ വിധത്തിലൊരു നിലപാടെടുക്കുമ്പോൾ BJPക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശാഠ്യം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട്? സഹകരണ ബാങ്കുകൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയില് മഹാരാഷ്ട്രയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, വളരെ ഈ കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രം നിലപാടല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് എടുത്ത നിലപാട് ഇതിന് കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, 2 ദിവസം അവസരം കൊടുത്തല്ലോ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്. ഈ 2 ദിവസം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന് അവസരം കൊടുത്തപ്പോ കോഴിക്കോട്ടെ ഒരു സഹകരണ സംഘം അടച്ചത് എത്ര രൂപയെന്നറിയോ? 350 കോടി രൂപ അടച്ചിട്ട് അവരുടെ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇത് സാധാരണക്കാരുടെ പൈസയാണ്. നിങ്ങളൊന്ന് വിലയിരുത്തുക, സാധാരണക്കാരുടെ പൈസയാണ്. അപ്പൊ ഇത്തരത്തിൽ ബാങ്കുകൾ പിന്നെ മാത്രമല്ല, ഈ പ്രൈമറി സഹകരണ സംഘങ്ങൾക്ക് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഒറ്റ അക്കൗണ്ടാണ്. നിങ്ങൾ 50 ലക്ഷം രൂപ ഒരു പ്രൈമറി സഹകരണ സംഘം ഒരു ജില്ലാ അവിടെ അടയ്ക്കുന്ന 50 ലക്ഷം രൂപ ഒറ്റ അക്കൗണ്ടാണ്. ഈ 50 ലക്ഷം രൂപയിൽ 49 ലക്ഷം രൂപ ഒരാളും 1 ലക്ഷം രൂപ വേറൊരാളുടെ അടങ്ങി ഈ 49 ലക്ഷം രൂപ അടച്ച ആളുടെ നിയമപരമായി നീതി വിധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവുമില്ല. ഞാൻ തിരികെ എത്താം. ശ്രീ പത്മകുമാർ ദയവായി തുടരുക. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്മകുമാറിനെ പോലെയുള്ള BJP നേതാക്കൾ പറയുന്നത് നമ്മൾ ഈ പ്രതിസന്ധിയുടെ ഇത്രയും ദിവസങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് എന്നുകൂടി ഓർക്കണം. പറയുന്നത് ഇപ്പോഴും ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ തീവ്രവാദത്തിനായി അല്ലെങ്കിൽ വലിയ കള്ളപ്പണമൊക്കെ ഒഴുകുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. അതുകൊണ്ട് ആണ് ഇപ്പോഴും ഇങ്ങനെ ഒരു നിലപാട് കേന്ദ്രത്തിന് സ്വീകരിക്കേണ്ടി വരുന്നത് എന്നൊക്കെയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, അങ്ങേയറ്റം ശുദ്ധ ഭോഷ്കാണ് ഇത്തരം നിലപാട്. അങ്ങനെ തീവ്രവാദത്തിനോ അല്ലെങ്കിൽ കള്ളപ്പണത്തിനോ മറ്റെന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾക്കോ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളോ പണവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളോ നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും അത് അവസാനിപ്പിക്കുവാനും ആവശ്യമായ നിയമം ഈ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ നിയമം ക്രിയാത്മകമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല? അതിന് പകരമായി സഹകരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോൾ കൊല്ലപ്പെടുന്നത് സഹകരണ പ്രസ്ഥാനം മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരുടെ നിത്യജീവിതമാണ്. നിത്യനിദാന ചെലവുകളും കുഞ്ഞുങ്ങളുടെ വിവാഹവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠനവും ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നടത്തുന്നത് സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലൂടെയാണ്. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് സഹകരണ സ്ഥാപനങ്ങൾ വിശ്വാസ്യതയോടുകൂടി നിക്ഷേപിച്ചിരിക്കുന്നത്. ആ നിക്ഷേപത്തെ ഒരു തുഗ്ലക്ക് വന്നിട്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആധുനിക രൂപം വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ഓഡിറ്റിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് സഹകരണം. കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, സഹകരണ വകുപ്പുണ്ട്. ഇനിയിപ്പോ സംസ്ഥാനത്തെ സഹകരണ വകുപ്പിൽ എന്തെങ്കിലും തെറ്റുകൾ നടക്കുന്നുവെങ്കിൽ, അനീതി നടക്കുന്നുവെങ്കിൽ, അന്യായം നടക്കുന്നുവെങ്കിൽ, നിയമവിരുദ്ധത നടക്കുന്നുവെങ്കിൽ അതിൽ ഇടപെടാൻ പറ്റിയ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ വാർത്തയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരുപാട് ആളുകളുടെ നിത്യജീവിതത്തെ കണ്ണീരിലാഴ്ത്തുകയല്ല വേണ്ടുന്നത്. എലിയെ പേടിച്ച് ഇല്ലം കെടുക എന്ന് പറയുന്നത് ഏകാധിപതികളുടെ ശൈലിയാണ്. കേവലം ഒരു ഏകാധിപതിയായി മോഡി മാറിയതിന്റെ പരിണത ഫലങ്ങൾ പാവം ഈ നാട്ടുകാർ അനുഭവിക്കുകയാണ്. എന്നാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു ന്യായവും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല. ഈ സംസ്ഥാന BJP, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP അധ്യക്ഷന്മാരും BJPയുടെ ഘടകങ്ങൾക്കും നേതാക്കന്മാർക്കുമൊക്കെ ഇഷ്ടം പോലെ കള്ളപ്പണം ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പാവങ്ങളുടെ കഴുത്തിന് പിടിക്കുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? അവിടെ ശ്രീമതി ബിന്ദുകൃഷ്ണ ഒരു കാര്യം കൂടി നേരത്തെ കുറച്ചു നേരം ശ്രീ പത്മകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ പത്മകുമാറിനെ പോലുള്ള BJPക്കാർ അല്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന BJP ഭരിക്കുന്ന കേന്ദ്രമൊക്കെ ഈ സഹകരണ ബാങ്കിലെ കള്ളപ്പണത്തെ കുറിച്ച് മാത്രമേ കാണുന്നുള്ളൂ. അതെ, തീർച്ചയായും അതാണ്. എത്ര പേർക്ക്, ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ജനാർദ്ദൻ റെഡ്ഡിയുടെ വിവാഹം എങ്ങനെ നടന്നു? ഈ നാട്ടിലെ ആളുകൾ 1 ലക്ഷം രൂപ എടുത്ത് കുഞ്ഞുങ്ങൾ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ എടുത്ത് നടത്തുന്നു. അത് അന്വേഷിക്കാൻ BJPക്ക് സമയമില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെ പിന്തള്ളിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് യെദ്യൂരപ്പ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർ ആ കല്യാണത്തിൽ വിവിധ സമയങ്ങളിൽ അണിനിരന്ന് പോകട്ടെ. ബംഗാളിലെ BJP ഘടകം
ഈ നോട്ട് രാത്രി 8 മണിക്ക് നോട്ട് നിരോധിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ കോടിക്കണക്കിന് രൂപ അവിടെ കൊണ്ട് ബാങ്കുകളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മധ്യപ്രദേശത്തെ BJPയുടെ അധ്യക്ഷന്റെ മകൾ 2000 രൂപ ഇന്ത്യ രാജ്യത്ത് ആർക്കും കിട്ടുന്നതിന് മുമ്പ് നോട്ട് കെട്ടിൽ പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുന്നു. ഇങ്ങനെ BJP നേതാക്കന്മാർക്ക് കള്ളപ്പണം യഥേഷ്ടം എടുക്കുവാനുള്ള, അതുപോലെ തന്നെ അദാനിയും അതുപോലെ അംബാനിയും അടക്കമുള്ള വൻകിട കുത്തകകൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് ഈ നാട്ടിലെ സാധാരണക്കാർ മണ്ടന്മാരാണെന്നാണ് BJPക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു രാഷ്ട്രീയ അധികാരം കിട്ടിയെന്ന കാരണം നിങ്ങൾക്ക് കള്ളപ്പണക്കാരെ നേരിടാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റോ BJP എന്ന ഭേദമില്ലാതെ നിങ്ങളോടൊപ്പം അണിചേരും. അതല്ലാതെ പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ കള്ളപ്പണക്കാരെ ഭീഷണിപ്പെടുത്താൻ നിന്നാൽ അതിനോടൊപ്പം നിൽക്കുവാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല. അധികാരം വരും പോകും. അധികാരത്തിന്റെ പേരിലല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഈ നിയമങ്ങൾ ഉണ്ടാകേണ്ടത്. ഈ രാജ്യത്ത് ദയവായി തുടരുക ശ്രീമതി ബിന്ദുകൃഷ്ണ. അപ്പം തന്നെ ശ്രീ JR പത്മകുമാർ, ഞാൻ തിരികെ എത്താം വളരെ വേഗം. ഏതായാലും പീപ്പിൾ ടിവിയുടെ ലൈഫ് ഫോർ ആതിര എന്ന ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ, ഇവിടെ ആതിര നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണം മാത്രമായാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ സഹകരണ മേഖലയോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഈ നിലപാടിനെ തുടർന്ന് വിവാഹം മുടങ്ങുക, അല്ലെങ്കിൽ വിവാഹം ആശങ്കയിൽ നിൽക്കുന്ന, പഠനം ആശങ്കയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നിന്ന് പണം നൽകാനാകാതെ ഓപ്പറേഷൻ മുടങ്ങുന്ന അങ്ങനെ നിരവധി ആളുകളുണ്ട് നമുക്കിടയിൽ. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കർഷകരുണ്ട്, സാധാരണക്കാരായ ആളുകളാണ് ഇത്തരത്തിൽ സഹകരണ മേഖലയോടുള്ള സർക്കാരിന്റെ ഈ ഒരു നിലപാടിൽ വലിയ ആശങ്കയിലായി നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പീപ്പിൾ ടിവിയുടെ ലൈഫ് ഫോർ ആതിര എന്ന ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ. ജനങ്ങൾക്കും ഇതിൽ അണിചേരാം. ശ്രീ JR പത്മകുമാറിലേക്ക്. ശ്രീ പത്മകുമാർ, കള്ളപ്പണം തടയണം, തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയണം, നമ്മളുടെ എല്ലാം ആവശ്യം അതാണ്. പക്ഷേ എന്തുകൊണ്ട് BJP സഹകരണ ബാങ്കിലെ കള്ളപ്പണത്തെക്കുറിച്ച് മാത്രം വറീഡാകുന്നു? കള്ളപ്പണം തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലപാടാണല്ലോ ഇപ്പൊ എടുത്തിട്ടുള്ളത്. അതിന് സ്ട്രോങ് ആയ നിലപാടെടുത്തു. അപ്പൊ അതില് 2 ദിവസം അവസരം കൊടുത്തു സഹകരണ സംഘങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെ ഒരു വാതിൽ അടയുമ്പോൾ ആളറിയാമല്ലോ, തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ആളുകൾ പോകും. അപ്പൊ അതനുസരിച്ചിട്ട് 2 ദിവസം നിരീക്ഷിച്ചപ്പോൾ തന്നെ സഹകരണ ബാങ്കുകളിലൂടെ ഈ പണം നിക്ഷേപിക്കാൻ തയ്യാറായി. ഞാൻ വേറൊന്നും വേണ്ട തോന്നിയ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കിഴത്തൊടിയൂർ എന്ന് പറയുന്ന സഹകരണ സംഘം കിസ്കോ, കേരളത്തിലെ ഞാൻ ആരോപണമായിട്ട് തന്നെ ഉന്നയിക്കുന്നത്, കേരളത്തിലെ LDFന്റെ ഒരു PSC മെമ്പർ 45 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ 2 ദിവസം കൊണ്ട് ഈ സഹകരണ സംഘത്തിൽ. നിങ്ങളൊന്ന് അന്വേഷിച്ചു, ആരും വെളിപ്പെടുത്തണ്ട, നിങ്ങൾ ആ സഹകരണ സംഘവുമായി ഒന്ന് അന്വേഷിച്ചു. ഒരു PSC മെമ്പർ 45 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ മത്സ്യഫെഡ് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു, 2-3 ദിവസം കൊണ്ട് മത്സ്യഫെഡ് അടച്ച ഒരു പൊതുമേഖലാ ബാങ്കിൽ അടച്ച പൈസകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ച് നോക്കുക. അത് എത്രയാണ്? അത് മുമ്പൊക്കെ അടച്ചിട്ടുള്ള ഡിനോമിനേഷനും ഈ 2 ദിവസം അടച്ചിട്ടുള്ള ഡിനോമിനേഷൻ 1000-500 മാത്രം അടച്ചിട്ടുള്ള ഡിനോമിനേഷൻ മത്സ്യഫെഡ് അടച്ചിട്ടുള്ളത് ഒരു ബാങ്കിൽ, നമ്മുടെ പൊതുമേഖലാ ബാങ്കിൽ. അപ്പൊ ഇത്തരത്തിൽ ആളുകൾ ഏതെല്ലാം അവസരം കിട്ടുമോ അതിനൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഉദ്ദേശം, ഈ ഡ്രൈവ് ഇല്ലാതെ പോകും. കാര്യം കള്ളപ്പണക്കാരെ ഇല്ലാതാക്കാനുള്ള ഡ്രൈവ് ഇല്ലാതെ പോകും. പിന്നെ എല്ലാവരും ഇങ്ങനെ സീരിയോ പ്രസംഗം പോലെ ഞാൻ തിരികെ എത്താം ശ്രീ പത്മകുമാർ. ശ്രീ ദേവദാസ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ഇതാണ് ഒരു ഉദാഹരണമായി ശ്രീ പത്മകുമാർ പറയുന്നത്, സഹകരണ ബാങ്കുകളെ എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നു കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ. സൗമ്യ, തിരിച്ച് പത്മകുമാറിനോട് ചോദിക്ക്. ഇതേ നരേന്ദ്രമോദിയും ജെറ്റ്ലിയും അനുരാഗ് ഠാക്കൂറും എല്ലാം നടത്തുന്ന ഈ IPL ക്രിക്കറ്റിന്റെ 1.5 ലക്ഷം കോടി ഓരോ സീസണിലും മറിയുന്ന കള്ളപ്പണം നേരെ സുപ്രീം കോടതി പിടിച്ചിട്ട് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റാണ്ട് അതിന്റെ മോഡിഫിക്കേഷൻ തമിഴ്നാട് സൊസൈറ്റി ആക്ട് എന്ന് പറഞ്ഞ് കളിക്കുന്നത് പത്മകുമാറോട് നേരെ ചോദിക്ക്. എങ്ങനെയാണ് 70 കോടി ശശി തരൂറിനെല്ലാം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കളിച്ചിട്ടും നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കാണ്ട് സുപ്രീം കോടതി ഇപ്പം കഴുത്തിന് പിടിച്ചിട്ട് December 5 വേർഡിക്റ്റ് വരുന്നെന്ന് ചോദിക്ക്. പിന്നെ ചോദിക്ക്, BCCI നിയമിച്ച ഡിലോയിറ്റ് കമ്മീഷൻ സ്റ്റേറ്റ് അസോസിയേഷൻ 100 കോടിയിൽ പരം, അത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ, അതാണ് കീർത്തി ആസാദ് പറഞ്ഞത്. അത് പൂത്തിവെച്ചിട്ട് മംഗൾദാസ് ഹരിചന്ദ്ര എന്ന് പറയുന്ന ലീഗൽ അഡ്വൈസർ എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് പത്മകുമാറോട് ചോദിക്ക്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയിട്ട് 2000 ഉറുപ്പിയും 500 ഉറുപ്പിയും നോട്ട് 14 ദിവസമായിട്ടും 500ന്റെ നോട്ട് അടിക്കാണ്ട് ജനങ്ങളെ തെരുവിലിറക്കിയിട്ട് കലാപം ഉണ്ടാക്കുമെന്ന് സുപ്രീം കോടതി ചോദിക്കുക. ലോ ഓഫ് ദ ലാൻഡ് ആണ്, അല്ലെ മോഡിയും അമിത്ഷാവും ഒന്നും അല്ല ഇവിടെ ഭരിക്കുന്നത്. ലോ ഓഫ് ദ ലാൻഡ് ആണ് ചോദിക്കുന്നത്. ഈ ഇവിടെ കലാപം ഉണ്ടാവുമോ? ഈ ജനജീവിതം നിങ്ങളല്ലേ താറുമാറാക്കിയത്?
എന്ന് ചോദിക്കുന്നത് ഒന്ന് ചോദിക്കൂ. അപ്പൊ എല്ലാം ഞങ്ങളെ സാധാരണ സംശയമില്ല. നിങ്ങൾ ഇന്ന് വയസ്സന്മാർക്ക് മാത്രം ഓരോ ദിവസവും ഓരോന്ന് 4500 എന്ന് പറഞ്ഞു, 4000 എന്ന് പറഞ്ഞു, 2000 ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നു ചാപ്പ കുത്തുന്ന മഷി അടിക്കുന്നു. എന്തുകൊണ്ട് ലളിത് മോഡിനെ ഇവർ സംരക്ഷിച്ച് നിർത്തി സുഷമ സ്വരാജ് വസുന്ധര രാജേ എന്ന് ചോദിക്ക്. എന്തുകൊണ്ട് മല്ലയ്യക്ക് പുറത്തു പോയിട്ട് എക്സ്ട്രഡീഷന് ഇനി വരാൻ പറ്റാത്ത 10,000 കോടിന്റെ ഇത് ചോദിക്കൂ എന്ന് അതും കൂടി ചോദിക്കൂ. അപ്പൊ ഓരോന്നും ചോദിച്ചിട്ട് എന്നിട്ട് ഞങ്ങളെ പേരിൽ കള്ളപ്പണമാക്കാനുള്ള ഇത് മാറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറ. എന്നിട്ട് പത്മകുമാർ, താങ്കൾ സംസാരിച്ചിരുന്ന ലക്ഷത്തിന്റെ കണക്കല്ല, ഇവിടെ ലക്ഷം കോടികളുടെ കണക്കിനെ കുറിച്ചാണ് ഇപ്പോൾ ശ്രീ ദേവദാസ് സൂചിപ്പിച്ചത്. ഇതൊന്നും BJP എന്തുകൊണ്ട് കാണുന്നില്ല? അല്ല, ഈ ദേവദാസ് ഒരു ഒറ്റ ശ്വാസത്തിലൊരു 20ഓളം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതില് ഓരോന്നായി പറഞ്ഞാൽ അല്ല, കുറച്ചെങ്കിലും മറുപടി പറയാൻ എനിക്ക് സമയം വേണം. തീർച്ചയായും ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ആരെങ്കിലും കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിന്റെ അടിവേര് അറക്കുന്ന നിലപാടാണ്. നിങ്ങൾ എത്ര രൂപ ശേഖരിച്ചു കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ IPL സ്വീകരിച്ചെങ്കിലും ഗവൺമെന്റ് വെച്ചായാലും ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ എല്ലാം ഈ ഒരൊറ്റ തീരുമാനത്തോടു കൂടി അസാധുവാദിയാണ്. ഈ കള്ളപ്പണം ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. ആ ഒരു ചേംബറിൽ കൂടി കേസ് പുറത്തിറക്കി ഇളക്കി എന്നുള്ളതാണ് നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോളണ്ടറി ഡിക്ലറേഷനുള്ള സൗകര്യം കൊടുത്തത്. നിങ്ങൾക്ക് എത്ര രൂപ കള്ളപ്പണം ഉണ്ട് അതിനെ കുറിച്ച് ചോദിക്കില്ല. നിങ്ങൾ വന്ന് ഗവൺമെന്റിന് പെനാൽറ്റി കെട്ടിയിട്ട് നിങ്ങളുടെ പൈസ കൊണ്ടു പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അറിയാം. ഇത് ഞങ്ങൾ വന്ന് 2.5 വർഷക്കാലം ഉണ്ടായ കള്ളപ്പണമല്ലല്ലോ, ഞങ്ങൾ അതിനുശേഷം ഉണ്ടായതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കർക്കശമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ വിദേശത്ത് താമസിക്കുമ്പോൾ മല്ലയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം മല്യ 9,000 കോടി രൂപ ഇന്ത്യക്ക് കൊടുക്കാനുണ്ടെങ്കിൽ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ ഷെയർ ഉൾപ്പെടെ 2 ദിവസം മുമ്പാണ് മരവിപ്പിച്ചിട്ടുള്ളത്. അത് അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് തുടങ്ങും. ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും ഇതൊക്കെ പറയുമ്പോൾ കള്ളപ്പണത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടല്ല വേണ്ടത്. ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഉദ്ദേശം വളരെ വ്യക്തമാണ്, ഉറപ്പുള്ളതാണ്. ഇന്ത്യയിലുള്ള കള്ളപ്പണം അവസാനിപ്പിക്കുക, വിദേശത്തായാലും ഇന്ത്യ അതിനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് എടുത്തു വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ ബിന്ദു കൃഷ്ണൻ ചോദിച്ചത് എല്ലാവരും പറയുമ്പോൾ വളരെ പറയും ഒരുപാട് നിയമമുണ്ട്. ഏത് നിയമമാണ് കള്ളപ്പണം നിയന്ത്രിക്കാനുള്ളത്? അത് എങ്ങനെയാണ് അല്ല, അതൊന്നുമല്ലായിരുന്നു ചോദ്യം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് IPL നിരോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നില്ലേ? ഇത്തരത്തിൽ പണം ഈ അനുരാഗ് ഠാക്കൂറിനെ ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു? അവിടെയാണ് ലളിത് മോഡിയുടെയും മല്യയുടെയും ഒക്കെ വിഷയം. ഈ വിഷയത്തിലൊക്കെ ഇത്രയും വലിയ ഇളവൊക്കെ കൊടുക്കുമ്പോൾ അവിടെ തടയണമായിരുന്നു. അവിടെയാണ് കള്ളപ്പണം എങ്ങനെയാണ് നമ്മളുടെ സമ്പദ് മേഖലയിൽ എങ്ങനെയാണ് വെളുപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ ഉദാഹരണമല്ലേ ഇത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഏതെങ്കിലും അനുരാഗ് താക്കൂറിന്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ടെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? എങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. അദ്ദേഹം BCCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. അദ്ദേഹം ഈ അതുമായി ബന്ധപ്പെട്ട തർക്കം സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി തീരുമാനമെടുക്കട്ടെ. പിന്നെ BCC ആയാലും ആരായാലും 500-ന്റെയും 1000-ന്റെയും നോട്ടെന്ന് പറഞ്ഞ് ഇനി വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവിടെ നിലവിലുള്ള പൈസ 500-ന്റെ 1000-ന്റെ നോട്ട് കൊണ്ട് അനുരാഗ് ഠാക്കൂർ മാറാൻ നിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാം. നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചൂടെ? ഇതൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ഇങ്ങനെ ഡയറക്റ്റായി കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്ത് വെളുപ്പിക്കാനുള്ള ഒരു മാർഗമാണ് IPL എന്നുള്ളത്. ഇത് പല ചർച്ചകളിൽ അതെങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സൗമ്യ. അത് എങ്ങനെയാ കള്ളപ്പണം വെളുപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നത്? ഞാൻ തിരികെ എത്താം. ദയവായി തുടരുക. സമയപരിമിതികളുണ്ടാണ്. ഞാൻ തിരികെ എത്താം. താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം. പൈസ എങ്ങനെ ചെലവാക്കും?